പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദി മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഫെബ്രുവരി 17 ചൊവ്വ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ മുൻപേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൻ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്നു പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധമായ വലിയ നോമ്പിന്റെ 2-ാം ദിനത്തിൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ നാം വായിച്ചതായ വചനത്തിലൂടെ നമ്മോട് വളരെ ഗൗരവമായ ഒരു ആജ്ഞ നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ ജാതികളായിരുന്നതും ക്രിസ്തുവില്ലാത്തവരായിരുന്നു എന്ന് ഓർക്കുവിൻ. ഈ ഓർക്കുവിൻ എന്നതായ വാക്കാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന്റെ കേന്ദ്രബിന്ദു. നോമ്പുകാലം ഭക്ഷണം കുറയ്ക്കുന്ന ദിവസങ്ങൾ അല്ല, അതിലുപരി ഓർമ്മയുടെ ദിവസങ്ങളാണ്. നാം ആരായിരുന്നു, എവിടെ നിന്നാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്, എത്ര വലിയ കൃപയാണ് നമ്മെ രക്ഷിച്ചത് എന്ന സത്യങ്ങളെ ഓർക്കേണ്ടതായ വിശുദ്ധ കാലമാണ് നോമ്പിന്റെ ദിവസങ്ങൾ. ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് നമ്മുടെ ജീവിതം പാപത്തിലും സ്വാർത്ഥതയിലും ഇരുട്ടിലും ദൈവത്തിൽ നിന്ന് ദൂരെയുമായിരുന്നു. നാം പ്രത്യാശയില്ലാത്തവരും സമാധാനമില്ലാത്തവരും ദൈവബന്ധമില്ലാത്തവരുമായിരുന്നു. പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നാം വിശുദ്ധന്മാരായി ജനിച്ചവരല്ല, മറിച്ച് രക്ഷിക്കപ്പെട്ടതായ ആളുകളാണ് എന്ന സത്യം നാം ഓർക്കണം. ഈ തിരിച്ചറിവ് നമ്മുടെ അഹങ്കാരത്തെ തകർക്കുകയും നമ്മെ വിനീതരാക്കുകയും ചെയ്യുന്നു. നാം നേടിയെടുത്ത രക്ഷയല്ല ഇത്, നമുക്ക് ദാനമായി ലഭിച്ച കൃപയാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് നാം ദൈവത്തോട് അടുത്തു വരുന്നത്. നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല, യേശുവിൻ്റെ ത്യാഗം കൊണ്ടാണ് നമുക്ക് രക്ഷ ലഭിച്ചത്. അതുകൊണ്ട് വലിയ നോമ്പ് നമ്മെ ക്രൂശിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോകുന്നു. ഓരോ ഉപവാസവും, ഓരോ പ്രാർത്ഥനയും, ഓരോ കണ്ണീരും നമ്മുടെ രക്ഷയുടെ വില ക്രിസ്തുവിൻ്റെ രക്തമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കണം. ഈ സത്യം മനസ്സിലാകുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നു. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനുള്ള ആഗ്രഹം വളരുന്നു. ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം മറക്കുന്നതാണ്. ദൈവകൃപ മറക്കുമ്പോൾ നാം പ്രാർത്ഥനയിൽ അലസരാകുന്നു, പാപത്തിലേക്ക് തിരികെ വീഴുന്നു, ഹൃദയം കടുപ്പമാകുന്നു. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ഓർക്കുവിൻ എന്ന് പറയുന്നു. ഈ നോമ്പിന്റെ 2-ാം ദിവസം നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിലേക്ക് നോക്കി, കർത്താവേ, ഞാൻ എവിടെ നിന്ന് എവിടെ എത്തി എന്ന് ചോദിക്കണം. ആ ഓർമ്മ നമ്മെ പശ്ചാത്താപത്തിലേക്കും വിശുദ്ധിയിലേക്കും ദൈവസന്നിധിയിലേക്ക് കൂടുതൽ അടുത്തു വരുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് നോമ്പുകാലം ദുഃഖത്തിൻ്റെ കാലമല്ല, കൃപയെ ഓർക്കുന്ന സന്തോഷത്തിൻ്റെ കാലമായി തീരണം. ഒരിക്കൽ ദൂരെയായിരുന്ന നമ്മെ ദൈവം തൻ്റെ മക്കളാക്കി, അന്യന്മാരായിരുന്ന നമ്മെ തൻ്റെ കുടുംബത്തിലാക്കി, പ്രത്യാശയില്ലാതെ ഇരുന്ന നമ്മെ നിത്യജീവന്റെ പ്രത്യാശ നൽകി. ഈ മഹത്തായ കൃപയെ ഓർത്ത് വിനയത്തോടും നന്ദിയോടും വിശുദ്ധിയോടും നമുക്ക് ജീവിക്കാം. ക്രിസ്തുവിനോട് കൂടുതൽ അടുത്തു വരികയും നമ്മുടെ ജീവിതം അവനോടുള്ള സമർപ്പണമായി മാറുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. കരുണാമയനായ കർത്താവേ, ഒരിക്കൽ നിന്നിൽ നിന്ന് ദൂരെയായിരുന്ന ഞങ്ങളെ നിന്റെ കൃപ കൊണ്ട് അടുത്ത് കൊണ്ടുവന്നതിന് നന്ദി. ഈ നോമ്പ് കാലത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് വിനയത്തിലും പശ്ചാത്താപത്തിലും വളർത്തണമേ. നിന്റെ സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.